ഹായ് ഓൾ, വെൽക്കം ടു നോ യുവർ കെമിസ്ട്രി. സോ നമ്മൾ ഇന്ന് പുതിയൊരു ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യുകയാണ്, ലിപ്പിഡ് കെമിസ്ട്രി. ഓക്കെ, സോ കഴിഞ്ഞ വീഡിയോസൊക്കെ, അതായത് അമിനോ ആസിഡ്സ് ആൻഡ് പ്രോട്ടീൻസിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ നമ്മൾ ലിപ്പിഡ് കെമിസ്ട്രി ഓരോ പാർട്ടായിട്ടാണ് എടുക്കുന്നത്. സോ അതിൽ സ്റ്റാർട്ടിങ് ആൻഡ് ഫങ്ഷൻസ് ആൻഡ് ക്ലാസിഫിക്കേഷനാണ്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. സോ ഫസ്റ്റ് അബൌട്ട് ദ ഫങ്ഷൻസ് ഓഫ് ലിപ്പിഡ്സ്. സോ നമുക്കറിയാം, ലിപ്പിഡ് എന്ന് പറഞ്ഞാൽ ഒരു ബയോമോളിക്യൂളാണ്. അതുപോലെ തന്നെ ഒരു ഹെട്രോജീനസ് ഗ്രൂപ്പ് ഓഫ് കോമ്പൗണ്ട്സ് ആണ്. ബയോളജിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ഹെട്രോജീനസ് എന്ന പേര് തന്നെ ഉണ്ട്. ഓക്കെ, ഡിഫറെൻറ്റ് നേച്ചറുള്ള അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ഉള്ള ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ഉള്ള കോമ്പൗണ്ട്സ് ആണ് ലിപ്പിഡ്സ്. അതിൽ ബയോകെമിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള കോമ്പൗണ്ട്സ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ഈ ലിപ്പിഡ്സിന് ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അതുപോലെ തന്നെ മെയിൻ ഫങ്ഷൻസ് ഉണ്ട്. സോ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഫങ്ഷൻസിനെ കുറിച്ചാണ്. സോ ദ ഫസ്റ്റ് വൺ ഈസ് ഇറ്റ് ഈസ് എ സ്റ്റോറേജ് ഫോം ഓഫ് എനർജി. സോ നമ്മൾ ബോഡിയിൽ എനർജി സ്റ്റോർ ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റോറേജ് ഫോം ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ ലിപ്പിഡ്സ് ആണ്. ഓക്കെ, സോ മെയിനായിട്ടും ഏത് ലിപ്പിഡ് ഫോമിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ട്രൈഗ്ലിസറൈഡ്സ് അല്ലെങ്കിൽ ന്യൂട്രൽ ഫാറ്റ് അല്ലെങ്കിൽ ട്രൈഅസൈൽ ഗ്ലിസറോൾ, ഈ ഫോമിലാണ് നമ്മൾ ബോഡിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ലിപ്പിഡ്സിനെ. ഓക്കെ, ആൻഡ് സെക്കൻഡ് പോയിന്റ് ഈസ് സ്ട്രക്ചറൽ കമ്പോണൻറ്റ് ഓഫ് ബയോമെംബ്രെയിൻ. ഓക്കെ, സോ നമ്മുടെ സെൽ വാൾ അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ്റെ മെയിൻ കമ്പോണൻറ്റ് പറഞ്ഞാൽ ഈ ലിപ്പിഡ്സ് ആണ്. ഓക്കെ, ദെൻ ഇറ്റ് ആക്ട് ആസ് മെറ്റബോളിക് റെഗുലേറ്റേഴ്സ്. ഓക്കെ, സോ റെഗുലേറ്റേഴ്സ് എന്ന് കേൾക്കുമ്പോഴേ തന്നെ നമുക്ക് ഫെമിലിയർ ആണ്. ഓക്കെ, സോ ഹോർമോണൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഹോർമോൺസ് ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്നതാണ്. എക്സാമ്പിൾ സ്റ്റിറോയിഡ് ഹോർമോൺസ്. ഓക്കെ, സോ സ്റ്റിറോയിഡ് ഹോർമോൺസ് നമുക്ക് ഫെമിലിയർ ആണ്. ഫോർ എക്സാമ്പിൾ അഡ്രിനൽ കോർട്ടെക്സ് നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അഡ്രിനൽ ഗ്ലാൻഡിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന അഡ്രിനൽ കോർട്ടെക്സ് നിന്നും അഡ്രിനൽ മെഡുല്ലയിൽ നിന്നും ഫോം ചെയ്യുന്നുണ്ട്. അതിൽ മെയിനായിട്ടും അഡ്രിനൽ കോർട്ടെക്സ് നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന അഡ്രിനൽ കോർട്ടിക്കോസ്റ്റിറോയിഡ്സ് ആണ്. ഓക്കെ, അതുപോലെ സെക്സ് സ്റ്റിറോയിഡ്സ് അതൊക്കെ. ആൻഡ് പ്രോസ്റ്റാഗ്ലാൻഡിൻസ്. ഓക്കെ, സോ പ്രോസ്റ്റാഗ്ലാൻഡിൻസ് ആർ ഡിറൈവ്ഡ് ഫ്രം ഐക്കോസനോയിഡ്സ് എന്ന് പറയും. 20 കാർബൺ കോമ്പൗണ്ട്സ്, ഇതൊക്കെ ലിപ്പിഡ്സിൻ്റെ അല്ലെങ്കിൽ ഫാറ്റി ആസിഡ്സിൻ്റെ ഡെറിവേറ്റീവ്സ് ആണ്. ഓക്കെ, സോ ഇതാണ് ഇറ്റ് ആക്ട് ആസ് മെറ്റബോളിക് റെഗുലേറ്റേഴ്സ്. ആൻഡ് ഓൾസോ ഇറ്റ് ആക്ട് ആസ് സർഫക്റ്റൻസ്, ഡിറ്റർജൻസ്, എമൽസിഫയിങ് ഏജൻറ്റ്. സോ ഇതൊക്കെ എങ്ങനെയാണ് ലിപ്പിഡ്സ് ഹൗ ഇറ്റ് ആക്ട് സർഫക്റ്റൻസ് അല്ലെങ്കിൽ ഡിറ്റർജൻസ് ആൻഡ് എമൽസിഫയിങ് ഏജൻറ്റ്സ് എന്നതിനെക്കുറിച്ചെല്ലാം നമ്മൾ ഓരോ പാർട്ടായിട്ട് ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സർഫക്റ്റൻസ് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം. സർഫസ് ടെൻഷൻ റെഡ്യൂസിങ് ഏജൻറ്റ്സ് ആണ്. അതുപോലെ ഡിറ്റർജൻറ്റ് ആക്ടിവിറ്റി ഉള്ളത്, ഈ സോപ്പിൻ്റെ ആക്ടിവിറ്റി ഉള്ളത്, അല്ലെങ്കിൽ സോപ്പിൻ്റെ കമ്പോണൻറ്റ്സ് അതിൻ്റെ ഫങ്ഷൻസ് എന്താണ്. അതുപോലെ തന്നെ എമൽസിഫിക്കേഷൻ. സോ ഇതെല്ലാം എന്താ പറയുക ലിപ്പിഡ്സിൻ്റെ ഫങ്ഷൻസിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ഇലക്ട്രിക് ഇൻസുലേറ്റേഴ്സ് ഇൻ ന്യൂറോൺസ്. സോ ന്യൂറോൺ കണ്ടക്ഷൻ അല്ലെങ്കിൽ നെർവ്സിൻ്റെ പ്രൊപ്പഗേഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു നമ്മുടെ ലിപ്പിഡ്സ്. ആൻഡ് ഓൾസോ ഇറ്റ് പ്രൊവൈഡ് ഇൻസുലേഷൻ അഗെയിൻസ്റ്റ് ചേഞ്ചസ് ഇൻ എക്സ്റ്റേണൽ ടെമ്പറേച്ചർ. എക്സ്റ്റേണൽ ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ബോഡിക്കുള്ള ഇൻസുലേഷൻ എങ്ങനെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. മെയിനായിട്ട് നമ്മൾ ബോഡിയിൽ എന്താ പറയുക ഫാറ്റ് സബ്ക്യൂട്ടേനിയസ് ഫാറ്റായിട്ടുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് എ ഫോം ഓഫ് ലിപ്പിഡ് ആണ് അൾട്ടിമേറ്റ്ലി. ഓക്കെ, ആൻഡ് ഓൾസോ ഇറ്റ് ഗീവ് ഷേപ്പ് ആൻഡ് കോണ്ടൂർ ടു ബോഡി. ഓക്കെ, ബോഡി ഷേപ്പ് കോണ്ടൂർ ഇതിനെല്ലാം ഹെൽപ്പ് ചെയ്യുന്നത്, ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? ലിപ്പിഡ്സ് ആണ്. ആൻഡ് ഓൾസോ ഇറ്റ് പ്രൊട്ടക്റ്റ് ഇൻറ്റേർണൽ ഓർഗൻസ് ബൈ പ്രൊവൈഡിങ് എ ക്യൂഷനിങ് എഫക്റ്റ്. ലിപ്പിഡ്സ് എപ്പോഴും ഒരു ക്യൂഷനിങ് എഫക്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നു ആൻഡ് പ്രൊട്ടക്റ്റ് ദ ഇൻറ്റേർണൽ ഓർഗൻസ്. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ഇൻ ദ അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ സോലബിൾ വൈറ്റമിൻസ്. ഓക്കെ, സോ വാട്ടർ സോലബിൾ വൈറ്റമിൻസ് ആയി മെയിനായിട്ടും ബി കോംപ്ലക്സ് വൈറ്റമിൻസ്, അതുപോലെ തന്നെ വൈറ്റമിൻ സി. സോ ഇതിനെയൊക്കെ അബ്സോർപ്ഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ അതെങ്ങനെയാണെന്ന് നമ്മൾ നോക്കാം. നമ്മൾ വൈറ്റമിൻസ് പഠിക്കുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാവും. ആൻഡ് ഓൾസോ ഇറ്റ് ഇംപ്രൂവ് ദ ടേസ്റ്റ് ആൻഡ് പാലറ്റബിലിറ്റി ഓഫ് ഫുഡ് ദാറ്റ് ഈസ് പ്രൊവൈഡഡ് ബൈ ദ ഫാറ്റ്. സോ ഇതാണ് മെയിനായിട്ടും ലിപ്പിഡ്സിൻ്റെ ഫങ്ഷൻസ്. നെക്സ്റ്റ് ഈസ് അബൌട്ട് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ലിപ്പിഡ്സ്. സോ ഈ ഒരു സ്ലൈഡിൽ ഞാൻ മെയിൻ ക്ലാസിഫിക്കേഷനാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ മെയിൻലി ദ ലിപ്പിഡ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു 4. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ഈസ് സിമ്പിൾ ലിപ്പിഡ്സ്, കോമ്പൗണ്ട് ലിപ്പിഡ്സ്, ഡിറൈവ്ഡ് ലിപ്പിഡ്സ് ആൻഡ് ഫൈനലി ദ ലിപ്പിഡ്സ് കോംപ്ലെക്സ് ടു അതർ കോമ്പൗണ്ട്സ്. സോ ദിസ് ഈസ് ദ മേജർ ക്ലാസിഫിക്കേഷൻ. ഇനി സിമ്പിൾ ലിപ്പിഡ്സിനെ അഗെയിൻ ക്ലാസിഫൈ ചെയ്യും. അതുപോലെ തന്നെ കോമ്പൗണ്ട് ലിപ്പിഡ്സിൻ്റെ ഒരു സബ് ക്ലാസിഫിക്കേഷൻ തന്നെ ഒരു ലാർജ് ക്ലാസിഫിക്കേഷനാണ്. ഓക്കെ, സോ അത് നമ്മൾ ഓരോ ക്ലാസ്സായിട്ട് തന്നെ പഠിക്കും. ഓക്കെ, സോ ബിക്കോസ് ഇതൊരു അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആൻഡ് ലാർജ് ടോപ്പിക്കാണ്. സോ നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ ഇത് കവർ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ,
സോ ഫസ്റ്റ് സിമ്പിൾ ലിപ്പിഡ്സ്. സോ ആ പേര് പോലെ തന്നെ നിങ്ങൾക്ക് എന്താ പറയുക, സിമ്പിൾ ലിപ്പിഡ്സ് ആണ്. സോ സിമ്പിൾ ലിപ്പിഡ്സ് നമുക്കറിയാം ഫാറ്റി ആസിഡ്സ് വരും, അതിൻ്റെ എസ്റ്ററിഫിക്കേഷൻ വരും, അതുപോലെ തന്നെ ആൽക്കഹോൾ ഉണ്ടാവും. അത് കോമൺ ആയിട്ട് വരിക ഗ്ലിസറോളിൻ്റെ ഒരു കോമ്പിനേഷനാണ് വരിക. സോ വാട്ട് ഡു യു മീൻ ബൈ സിമ്പിൾ ലിപ്പിഡ്സ്? സോ സിമ്പിൾ ലിപ്പിഡ്സ് എന്ന് പറയുമ്പോഴേക്കും അവിടെ എസ്റ്റേഴ്സ് ഓഫ് ഫാറ്റി ആസിഡ് വിത്ത് ഗ്ലിസറോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹയർ ഓർഡർ അല്ലെങ്കിൽ ഹയർ ആൽക്കഹോൾസ് ഉണ്ടാവും. ദാറ്റ് ഈസ് എ സിമ്പിൾ ലിപ്പിഡ്സ്. ഓക്കെ, സോ സിമ്പിൾ ലിപ്പിഡ്സിന് എക്സാമ്പിൾ ആണ് ട്രൈഅസൈൽ ഗ്ലിസറോൾ ഓർ ട്രൈഗ്ലിസറൈഡ് ഓർ ന്യൂട്രൽ ഫാറ്റ്. ഓക്കെ, സോ ട്രൈഅസൈൽ ഗ്ലിസറോൾ അല്ലെങ്കിൽ ട്രൈഗ്ലിസറൈഡ് അല്ലെങ്കിൽ ന്യൂട്രൽ ഫാറ്റ് എന്നെല്ലാം പറഞ്ഞാൽ തന്നെ സെയിം ആണെന്ന് മനസ്സിലാക്കുക. ആൻഡ് ഓൾസോ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഇറ്റ് ഈസ് എ സ്റ്റോറേജ് ഫോം ഓഫ് ഫാറ്റ് അല്ലെങ്കിൽ ലിപ്പിഡ്സിനെ നമ്മളെ ബോഡി സ്റ്റോർ ചെയ്യുന്നത് ട്രൈഅസൈൽ ഗ്ലിസറോൾ അല്ലെങ്കിൽ ട്രൈഗ്ലിസറൈഡ് അല്ലെങ്കിൽ ന്യൂട്രൽ ഫാറ്റിൻ്റെ ഫോമിലാണ്. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് കോമ്പൗണ്ട് ലിപ്പിഡ്സ്. സോ കോമ്പൗണ്ട് ലിപ്പിഡ്സ് എന്ന് പറയുമ്പോൾ തന്നെ ആ പേര് തന്നെ ഉണ്ട്, സംവാട്ട് കോമ്പൗണ്ട് നേച്ചറാണ്. സോ കോമ്പൗണ്ട് ലിപ്പിഡ്സിലും സെയിം പോലെ തന്നെ സിമ്പിൾ ലിപ്പിഡ്സിലെ പോലെ തന്നെ എസ്റ്റേഴ്സ് ഓഫ് ഫാറ്റി ആസിഡ് വിത്ത് ആൽക്കഹോൾ. ഇൻ അഡീഷൻ ഒരു എക്സ്ട്രാ ഒരു കോമ്പൗണ്ട് ഉണ്ടാകും, ദാറ്റ് ഈസ് എ ഫാറ്റി ആസിഡ്. ഓക്കെ, സോ എസ്റ്റേഴ്സ് ഓഫ് ഫാറ്റി ആസിഡ് വിത്ത് ആൽക്കഹോൾ ആൻഡ് എ ഫാറ്റി ആസിഡ്, ദാറ്റ് ഈസ് എ കോമ്പൗണ്ട് ലിപ്പിഡ്സ്. ഇനി കോമ്പൗണ്ട് ലിപ്പിഡ്സിനെ അഗെയിൻ നമുക്ക് സബ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. മെയിൻലി രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, വൺ ഇസ് ഫോസ്ഫോലിപ്പിഡ്സ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് നോൺ ഫോസ്ഫോറിലേറ്റഡ് ലിപ്പിഡ്സ്. ഓക്കെ, സോ അതിൽ തന്നെ ഉണ്ട് വൺ ഈസ് എ ഫോസ്ഫോലിപ്പിഡ് അല്ലെങ്കിൽ ഫോസ്ഫോറിക് ആസിഡ് അല്ലെങ്കിൽ ഫോസ്ഫാറ്റിഡിക് ആസിഡിൻ്റെ ഒരു കോമ്പിനേഷൻ വരും. സെക്കൻഡ് വൺ ഈസ് നോൺ ഫോസ്ഫോറിലേറ്റഡ് ലിപ്പിഡ്സ്. ഇനി ഫോസ്ഫോലിപ്പിഡ്സ് പറഞ്ഞാൽ നോർമലി നമ്മുടെ കോമ്പൗണ്ട് ലിപ്പിഡ്സിൽ അല്ലെങ്കിൽ സിമ്പിൾ ലിപ്പിഡ്സിൽ പറഞ്ഞ പോലെ തന്നെ ഫാറ്റി ആസിഡ്സ് വിത്ത് ആൻ ആൽക്കഹോൾ, പിന്നെ ഫോസ്ഫോലിപ്പിഡ്സ് ആകുമ്പോൾ ഒരു ഫോസ്ഫോറിക് ആസിഡ് റെസിഡ്യൂ വിൽ ബി ദയർ. ഓക്കെ, സോ ഫാറ്റി ആസിഡ് എസ്ട്രിഫൈഡ് വിത്ത് ആൽക്കഹോൾ ആൻഡ് ഫോസ്ഫോറിക് ആസിഡ് റെസിഡ്യൂ. ഓക്കെ, പിന്നെ ആൻഡ് ഓൾസോ ഫ്രീക്വൻലി ദേ ഹാവ് നൈട്രജൻ കണ്ടെയ്നിങ് ബേസസ്. ഓക്കെ, സോ നൈട്രോജീനസ് ബേസസ് ഉണ്ടാവും, അതർ സബ്സ്റ്റിറ്റൻസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, സോ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ പറയുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവും. ഓക്കെ, ആൻഡ് സെക്കൻഡ് ഈസ് നോൺ ഫോസ്ഫോറിലേറ്റഡ് ലിപ്പിഡ്സ്, അതായത് ഫോസ്ഫോറിക് ആസിഡ് ഇല്ലാത്ത ലിപ്പിഡ്സ് ആണ് നോൺ ഫോസ്ഫോറിലേറ്റഡ് ലിപ്പിഡ്സ്. ഓക്കെ, തേർഡ് വൺ ഈസ് ഡിറൈവ്ഡ് ലിപ്പിഡ്സ്. സോ ഡിറൈവ്ഡ് ലിപ്പിഡ്സ് പറഞ്ഞാൽ അതിൽ മെയിനായിട്ടും ഫാറ്റി ആസിഡ്സ്, പ്രോസ്റ്റാഗ്ലാൻഡിൻസ്, ലുക്കോട്രൈൻസ് ഇതുപോലുള്ള കോമ്പൗണ്ട്സാണ് വരിക. സോ ദീസ് ആർ ദ കോമ്പൗണ്ട്സ് വിച്ച് ആർ ഡിറൈവ്ഡ് ഫ്രം ലിപ്പിഡ്സ് ഓർ ദ ലിപ്പിഡ് പ്രിക്കസേഴ്സ്. ഓക്കെ, ഒന്നുകിൽ ലിപ്പിഡ്സിന് ഫോം ചെയ്തതായിരിക്കും അല്ലെങ്കിൽ ലിപ്പിഡ്സിൻ്റെ പ്രിക്കസേഴ്സിന് ഫോം ചെയ്യുന്നതായിരിക്കും ഈ ഡിറൈവ്ഡ് ലിപ്പിഡ്സ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ലിപ്പിഡ്സ് കോംപ്ലെക്സ് ടു അതർ കോമ്പൗണ്ട്സ്. ഓക്കെ, അതായത് ലിപ്പിഡ്സ് അതർ കോമ്പൗണ്ട്സുമായിട്ട് കോംപ്ലെക്സ് ചെയ്തിട്ടുള്ളത്. പ്രോട്ടിയോലിപ്പിഡ്സ് നമ്മൾ അമിനോ ആസിഡ്സ് പഠിച്ച പോലെ. ഓക്കെ, ഗ്ലൈക്കോപ്രോട്ടീൻ, ലൈപ്പോപ്രോട്ടീൻ എന്നെല്ലാം പറഞ്ഞ പോലെ ഇവിടെ പ്രോട്ടിയോലിപ്പിഡ്സ് ആൻഡ് ലൈപ്പോപ്രോട്ടീൻസ്. ഓക്കെ, സോ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഓരോ ക്ലാസ്സിലും പഠിക്കും. ഓക്കെ, സോ നമ്മളിനി ഓരോന്നിലേക്കും ക്ലാസിഫിക്കേഷൻ സബ് ക്ലാസിഫിക്കേഷൻ നോക്കുകയാണ്. സിമ്പിൾ ലിപ്പിഡ്സ് നമ്മൾ പറഞ്ഞു ഫാറ്റി ആസിഡ്സ് എസ്ട്രിഫൈഡ് വിത്ത് ആൽക്കഹോൾ അല്ലെ. ഓക്കെ, മെയിൻലി നമ്മൾ ഗ്ലിസറോൾ ആയിരിക്കും കോമൺ ആയിട്ട് വരിക. സോ അതിൽ നമ്മൾ പറഞ്ഞു മെയിനായിട്ടുള്ളത് ട്രൈഅസൈൽ ഗ്ലിസറോൾ നമ്മുടെ സ്റ്റോറേജ് ഫോം ഓഫ് എനർജിയാണ്. സെക്കൻഡ് വൺ ഈസ് വാക്സസ്. സോ സ്റ്റോറേജ് ഫോം ഓഫ് എനർജി ആയ ട്രൈഅസൈൽ ഗ്ലിസറോൾസിനെ കുറിച്ച് തന്നെ ഒരു ക്ലാസ് എടുക്കാനുണ്ട്, അത് ഞാൻ പിന്നീട് എടുക്കും. ഓക്കെ, ഇപ്പോൾ മെയിനായിട്ട് ഞാൻ ജസ്റ്റ് ഓരോന്നിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ട്രൈഅസൈൽ ഗ്ലിസറോൾസ് പറഞ്ഞാൽ മെയിൻ സ്റ്റോറേജ് ഫോമാണ്, അതുപോലെ തന്നെ ഹൈഡ്രോഫോബിക് നേച്ചറാണ്, വാട്ടർ ഇൻസോൾയുബിൾ ആണ്. ഓക്കെ, ഇനി സെക്കൻഡ് വൺ ഈസ് വാക്സസ്. സോ വാക്സസ് പറഞ്ഞാൽ നമുക്കറിയാം അത് ഇൻസെക്ട്സിൻ്റെ സെക്രീഷനാണ്. ഇൻസെക്ട്സിൻ്റെ സെക്രീഷൻ ആവാം, അതുപോലെ തന്നെ ചില ഫ്രൂട്ട്സിൽ നിന്ന് കിട്ടുന്നതായിരിക്കും, ചില ലീവ്സ് നിന്നൊക്കെ കിട്ടുന്നതാണ്. അതിന് എക്സാമ്പിളാണ് ബീസ് വാക്സ്. ഓക്കെ, അതുപോലെ തന്നെ വെയിൽ സ്പേം ഓയിൽ, വെയിൽ സ്പേമിൽ നിന്ന് കിട്ടുന്നതാണ്, വെയിലിൻ്റെ സ്പേമിൽ നിന്ന് കിട്ടുന്നതാണ് വെയിൽ സ്പേം ഓയിൽ. അതുപോലെ തന്നെ ബീസ് വാക്സ്, അതുപോലെ തന്നെ ഊൾ ഫാറ്റ് ഉണ്ട്. ഓക്കെ, സോ ഊൾ ഫാറ്റ് ഇതൊക്കെയാണ് നമ്മുടെ വാക്സസിന് എക്സാമ്പിൾ. ഓക്കെ, ഇത് സെയിമാണ് നമ്മൾ സിമ്പിൾ ലിപ്പിഡ്സ് പറഞ്ഞാൽ എന്താണ് ഫാറ്റി ആസിഡ് എസ്ട്രിഫൈഡ് വിത്ത് ആൽക്കഹോൾ. ഓക്കെ, സോ ഇതാണ് സിമ്പിൾ ലിപ്പിഡ്സിൽ നമുക്ക് മെയിനായിട്ടും പറയാനുള്ളത്, ഫെമിലിയർ ആവേണ്ട കാര്യങ്ങൾ. സെക്കൻഡ് വൺ ഇസ് കോമ്പൗണ്ട് ലിപ്പിഡ്സ്. സോ കോമ്പൗണ്ട് ലിപ്പിഡ്സ് ഞാൻ നേരത്തെ പറഞ്ഞു ഫാറ്റി ആസിഡ് എസ്ട്രിഫൈഡ് വിത്ത് ആൽക്കഹോൾ, പക്ഷേ ഇൻ അഡീഷൻ ടു ദിസ് വൺ ഫാറ്റി ആസിഡ് വിൽ ബി ദയർ. ഓക്കെ, ഇനി നമുക്ക് കോമ്പൗണ്ട് ലിപ്പിഡ്സിനെ അഗെയിൻ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ ഫോസ്ഫോലിപ്പിഡ്സ് കണ്ടെയ്നിങ് ഫോസ്ഫോറിക് ആസിഡ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് നോൺ ഫോസ്ഫോറിലേറ്റഡ് ലിപ്പിഡ്സ്. ഓക്കെ, സോ നമ്മൾ ഫോസ്ഫോലിപ്പിഡ്സ് കണ്ടെയ്ൻ ഫോസ്ഫോറിക് ആസിഡ് നമ്മൾ നേരത്തെ പറഞ്ഞു, അതിൽ ഫാറ്റി ആസിഡ് എസ്റ്ററിഫൈഡ് വിത്ത് ആൽക്കഹോൾ ദെൻ എ ഫോസ്ഫോറിക് ആസിഡ് റെസിഡ്യൂ ഉണ്ടാവും. ഓക്കെ, അതാണ് നമ്മുടെ ഫോസ്ഫോലിപ്പിഡ്സ്.
ഇനി ഫോസ്ഫോലിപ്പിഡ്സിനെ അഗെയിൻ നമ്മൾ ക്ലാസിഫൈ ചെയ്യും. അതിന് ഫസ്റ്റ് വൺ ഈസ് നൈട്രജൻ കണ്ടെയ്നിങ് ഗ്ലിസറോഫോസ്ഫറ്റൈഡ്സ്. സബ് ക്ലാസിഫിക്കേഷനാണ്. നൈട്രജൻ കണ്ടെയ്നിങ് ഗ്ലിസറോഫോസ്ഫറ്റൈഡ്സ്, നോൺ നൈട്രജൻ ഗ്ലിസറോഫോസ്ഫറ്റൈഡ്സ്. The third one is plasmalogens and the last one is phosphosphingosides. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഫോസ്ഫോലിപ്പിഡ്സിനെ ക്ലാസിഫൈ ചെയ്യുക. സോ ഫോസ്ഫോലിപ്പിഡ്സിനെ നമ്മൾ അഗെയിൻ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യും. നൈട്രജൻ കണ്ടെയ്നിങ് ഗ്ലിസറോഫോസ്ഫറ്റൈഡ്സ്, നോൺ നൈട്രജൻ ഗ്ലിസറോഫോസ്ഫറ്റൈഡ്സ്, പ്ലാസ്മലോജൻസ് ആൻഡ് ഫോസ്ഫോസ്ഫിംഗോസൈഡ്സ്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് നോക്കാം നൈട്രജൻ കണ്ടെയ്നിങ് ഗ്ലിസറോഫോസ്ഫറ്റൈഡ്സ്. ഓക്കെ, സോ അതിൽ നൈട്രജൻ ഉണ്ട്, അല്ലെങ്കിൽ നൈട്രോജീനസ് ബേസ് ഉണ്ടാവും. ഗ്ലിസറോഫോസ്ഫറ്റൈഡ്സ്. സോ ഗ്ലിസറോഫോസ്ഫറ്റൈഡ്സ് പറഞ്ഞാൽ ഒന്നുമില്ല, അതിൽ ആൽക്കഹോൾ ഗ്ലിസറോൾ ആയിരിക്കും, അത്രയേ ഉള്ളൂ. ഓക്കെ, ഗ്ലിസറോഫോസ്ഫറ്റൈഡ്സ്. ഇനി ലെസിത്തിൻ അതിന് എക്സാമ്പിൾസ് ആണ് ലെസിത്തിൻ, സെഫാലിൻ, ഫോസ്ഫാറ്റിഡൈൽ സെറീൻ. ഓക്കെ, ലെസിത്തിൻ്റെ വേറൊരു പേരാണ് ഫോസ്ഫാറ്റിഡൈൽ കൊളീൻ, സെഫാലിൻ ഓർ ഫോസ്ഫാറ്റിഡൈൽ എത്തനോളാമീൻ ആൻഡ് ഫോസ്ഫാറ്റിഡൈൽ സെറീൻ. സോ ഇതൊക്കെ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നൊക്കെ നമ്മൾ പഠിക്കും. Okay, that is a nitrogen containing glycerophosphatides. Second one is non nitrogen glycerophosphatides. So അവിടെ നൈട്രോജീനസ് ബേസ് അല്ലെങ്കിൽ നൈട്രജൻ ഉണ്ടാവില്ല, ബാക്കി സെയിം തന്നെയാണ്, ഗ്ലിസറോഫോസ്ഫറ്റൈഡ്സ് തന്നെയാണ്. അവിടെ ആൽക്കഹോൾ എന്താണ്, ഗ്ലിസറോൾ ആണ്. എക്സാമ്പിൾസ് ആണ് ഫോസ്ഫാറ്റിഡൈൽ ഇനോസിറ്റോൾ, ഫോസ്ഫാറ്റിഡൈൽ ഗ്ലിസറോൾ ആൻഡ് ഡൈഫോസ്ഫാറ്റിഡൈൽ ഗ്ലിസറോൾ, അല്ലെങ്കിൽ അതിനൊരു പേരുണ്ട് കാർഡിയോലിപ്പിൻ. ഇത് ക്ലിനിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ളതാണ് കാർഡിയോലിപ്പിൻ. ഓക്കെ, ഇനി തേർഡ് വൺ ഈസ് പ്ലാസ്മലോജൻസ്. ഓക്കെ, ഈ പ്ലാസ്മലോജൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ ആൽക്കഹോൾ ഉണ്ടാവും, പക്ഷേ പ്ലാസ്മലോജൻസ് ഹാവിങ് ലോങ് ചെയിൻ ആൽക്കഹോളാണ്. ഓക്കെ, ബിക്കോസ് ആ ഒരു ലോങ് ചെയിൻ ആൽക്കഹോൾസാണ് പ്ലാസ്മലോജൻസിൽ ഉണ്ടാവുക. നമ്മൾ നേരത്തെ പറഞ്ഞ നൈട്രജൻ കണ്ടെയ്നിങ് ഗ്ലിസറോഫോസ്ഫറ്റൈഡ്സിലും നോൺ നൈട്രജൻ ഗ്ലിസറോഫോസ്ഫറ്റൈഡ്സിലൊക്കെ നോർമലി ഗ്ലിസറോളാണ് ഉണ്ടാവുക, പക്ഷേ പ്ലാസ്മലോജൻ്റെ കേസിൽ ലോങ് ചെയിൻ ആൽക്കഹോൾസാണ് ഉണ്ടാവുക. അതിന് എക്സാമ്പിളാണ് കൊളീൻ പ്ലാസ്മലോജൻ ആൻഡ് എത്തനോളമീൻ പ്ലാസ്മലോജൻ. ഓക്കെ, and the next classification is phosphosphingosides. Okay, so phosphosphingosides അല്ലെങ്കിൽ നമ്മൾ ഫോസ്ഫോസ്ഫിംഗോസൈഡ്സിനെ നമ്മൾ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ അത് ആ പേര് തന്നെയുണ്ട്, സ്ഫിംഗോസൈഡ്സ് ആണ്. ഓക്കെ, സോ സ്ഫിംഗോസിൻ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ് ആണ്. സോ സ്ഫിംഗോസിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ഫിംഗോസിൻ ഈസ് എൻ ആൽക്കഹോളാണ്. ഓക്കെ, നമ്മൾ നേരത്തെ ഗ്ലിസറോഫോസ്ഫോലിപ്പിഡ്സിൽ നമ്മൾ എന്താ പറഞ്ഞത്, അവിടുത്തെ ആൽക്കഹോൾ ആരാണെന്നാണ് പറഞ്ഞത്, ഗ്ലിസറോൾ എന്ന് പറഞ്ഞു. സോ ഫോസ്ഫോസ്ഫിംഗോസൈഡ്സിൻ്റെ കേസിൽ സ്ഫിംഗോസിനായിരിക്കും ആൽക്കഹോൾ, അതാണ് ഡിഫറൻസ്, ബാക്കിയെല്ലാം സെയിം ആണ്. ഓക്കെ, ഇനി കമ്മിങ് ടു നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ, സബ് ക്ലാസിഫിക്കേഷൻ നോൺ ഫോസ്ഫോറിലേറ്റഡ് ലിപ്പിഡ്സ്. ഓക്കെ, നോൺ ഫോസ്ഫോറിലേറ്റഡ് ലിപ്പിഡ്സ് പറഞ്ഞാൽ അവിടെ ഫോസ്ഫോറിക് ആസിഡ് ഇല്ല, ദാറ്റ് ഈസ് എ നോൺ ഫോസ്ഫോറിലേറ്റഡ് ലിപ്പിഡ്സ്. അതിൽ മെയിനായിട്ടും ഗ്ലൈക്കോസ്ഫിംഗോലിപ്പിഡ്സ് ആൻഡ് സൾഫോലിപ്പിഡ്സാണ് വരിക. ഓക്കെ, ഗ്ലൈക്കോസ്ഫിംഗോലിപ്പിഡ്സ് ആൻഡ് സൾഫോലിപ്പിഡ്സ് ഓർ സൾഫറ്റൈഡ്സ് നമ്മൾ വിളിക്കും. ഇനി ഗ്ലൈക്കോസ്ഫിംഗോലിപ്പിഡ്സ് പറഞ്ഞാൽ എന്താണ്, ലിപ്പിഡ്സ് കണ്ടെയ്നിങ് ഫാറ്റി ആസിഡ്, ദെൻ ആൽക്കഹോൾ സ്ഫിംഗോസിൻ ആയിരിക്കും ആൻഡ് കാർബോഹൈഡ്രേറ്റ്, ദാറ്റ് ഈസ് എ ഗ്ലൈക്കോസ്ഫിംഗോലിപ്പിഡ്സ്. ഓക്കെ, നേരത്തെ നമ്മൾ എന്താ പറഞ്ഞത്, ഗ്ലിസറോ ഫോസ്ഫോലിപ്പിഡ്സിൽ നമ്മൾ എന്താ പറഞ്ഞത്, അവിടെ ഫോസ്ഫോറിക് ആസിഡ് വരും, ഫോസ്ഫോറിക് ആസിഡ് ഉള്ളൊരു കോൺജുഗേഷൻ വരും, അതുപോലെ തന്നെ അവിടെ ഗ്ലിസറോളാണ് ആൽക്കഹോളായിട്ട് വരിക. പക്ഷേ ഗ്ലൈക്കോസ്ഫിംഗോലിപ്പിഡ്സ് ആകുമ്പോൾ ഇവിടുത്തെ ആൽക്കഹോൾ ഏതാണ്, പേര് തന്നെയുണ്ട്, സ്ഫിംഗോസിൻ ഈസ് ദ ആൽക്കഹോൾ. ഓക്കെ, ഇനി ഗ്ലൈക്കോസ്ഫിംഗോലിപ്പിഡ്സ് ആണ്. സോ ഗ്ലൈക്കോ പറയുമ്പോൾ അവിടെ ഒരു കാർബോഹൈഡ്രേറ്റും കൂടി വരും. ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ ഗ്ലൈക്കോസ്ഫിംഗോലിപ്പിഡ്സ് എന്ന് പറഞ്ഞാൽ ലിപ്പിഡ്സ് കണ്ടെയ്നിങ് ഫാറ്റി ആസിഡ്, ആൽക്കഹോൾ ഉണ്ട്, ആൽക്കഹോൾ ഈസ് ദ സ്ഫിംഗോസിൻ, ദെൻ ഗ്ലൈക്കോ മീൻസ് കാർബോഹൈഡ്രേറ്റ്, സോ കാർബോഹൈഡ്രേറ്റും കൂടി ഉണ്ടാവും, ദാറ്റ് ഈസ് എ ഗ്ലൈക്കോസ്ഫിംഗോലിപ്പിഡ്സ്. ഇനി ഗ്ലൈക്കോസ്ഫിംഗോലിപ്പിഡ്സിൽ വരുന്ന അതിൻ്റെ അഗെയിൻ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് എക്സാമ്പിൾസ് ആയ കോമ്പോണൻസ് ആണ് സെറിബ്രോസൈഡ്സ്, ദെൻ ഗ്ലോബോസൈഡ്സ്, ദെൻ ഗാംഗ്ലിയോസൈഡ്സ്. ഓക്കെ, ഇനി സെറിബ്രോസൈഡ്സ് എങ്ങനെ ഫോം ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഇനി സെറിബ്രോസൈഡ്സ് പറഞ്ഞാൽ അതിനെ നമ്മൾ പറയുന്ന വേറൊരു പേരുണ്ട്, സെറമൈഡ് മോണോ ഹെക്സോസൈഡ്സ് എന്ന് പറയും. അതുപോലെ തന്നെ ഗ്ലോബോസൈഡ്സിനെ നമ്മൾ പറയുന്ന പേരാണ് സെറമൈഡ് ഒളിഗോസാക്രൈഡ്സ് എന്ന് പറയും. ഓക്കെ, സോ അതിൽ ആ പേര് തന്നെ മനസ്സിലാവും, ഒളിഗോ മോണോ എന്നെല്ലാം പറഞ്ഞാൽ, മോണോ മീൻസ് ഒരു ഒറ്റ ഷുഗർ മോയിറ്റി വരും, ഒളിഗോ മീൻസ് മോർ ദാൻ 1 or 2. ഓക്കെ, സോ ഇങ്ങനെ ഇതിൽ കുറേ കോൺജുഗേഷൻ വരുമ്പോഴാണ് ഗാംഗ്ലിയോസൈഡ്സ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതാണ് ഗ്ലൈക്കോസ്ഫിംഗോലിപ്പിഡ്സ്. സോ നെക്സ്റ്റ് ഈസ് സൾഫോലിപ്പിഡ്സ് അല്ലെങ്കിൽ സൾഫറ്റൈഡ്സ്. അതിൽ എക്സാമ്പിൾസ് ആണ് സൾഫേറ്റഡ് സെറിബ്രോസൈഡ്സ്, സെയിം തന്നെ
അതിൽ ഒരു സൾഫേഷൻ ഒക്കെ നടക്കും. ദാറ്റ് ഈസ് എ സൾഫേറ്റഡ് സെറിബ്രോസൈറ്റ്സ്, സൾഫേറ്റഡ് ഗ്ലോബോസൈറ്റ്സ്, സൾഫേറ്റഡ് ഗാംഗ്ലിയോസൈറ്റ്സ്. ഓക്കെ, സോ ഇതാണ് നോൺ ഫോസ്ഫോറിലേറ്റഡ് ലിപ്പിഡ്സ്. ഇതിൽ വരുന്നത് കോമ്പൗണ്ട് ലിപ്പിഡ്സിൽ വരുന്നത്. ഓക്കെ, സോ ഇത് നമ്മൾ ഡിറൈവ്ഡ് ലിപ്പിഡ്സ് നമ്മൾ പറഞ്ഞു. ഡിറൈവ്ഡ് ലിപ്പിഡ്സിൽ ഏതൊക്കെയാണ് വരുന്ന, ഒന്നുകിൽ ഫാറ്റി ആസിഡ്സ് നിന്ന് ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ്സ് നിന്ന് ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രിക്കസേഴ്സ് നിന്ന് ഫോം ചെയ്യുന്നതാണ് ഡിറൈവ്ഡ് ലിപ്പിഡ്സ്. ലിപ്പിഡ്സ് കോംപ്ലെക്സ് ടു അതർ കോമ്പൗണ്ട്സ് നമ്മൾ പറഞ്ഞു പ്രോട്ടിയോ ലിപ്പിഡ്സ്, അതർ കോമ്പൗണ്ട്സ് ആയിട്ടുള്ള കോമ്പിനേഷൻ ലൈപ്പോപ്രോട്ടീൻസ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ മേജർ ക്ലാസിഫിക്കേഷൻ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ക്ലിനിക്കൽ ആപ്ലിക്കേഷൻസ് ആണ്. നമ്മൾ നേരത്തെ ഫംഗ്ഷൻ പറഞ്ഞു, ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. സോ ഫൈനലി നമ്മൾ ഫിനിഷ് ചെയ്യാൻ പോകുന്നത് വിത്ത് ക്ലിനിക്കൽ ആപ്ലിക്കേഷൻസോട് കൂടിയാണ്. ഓക്കെ, സോ നമുക്കറിയാം നമ്മുടെ ഫാറ്റിൻ്റെ ബയോളജിക്കൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ബയോകെമിക്കൽ ഇമ്പോർട്ടൻസ് നമുക്കറിയാം. ഓക്കെ, ലിപ്പിഡ്സ് നമുക്ക് ഒരുപാട് ഫങ്ഷൻസ് നമ്മൾ പറഞ്ഞു. ക്യൂഷനിങ് എഫക്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സെൽ മെംബ്രെയിൻ്റെ കമ്പോണൻ്റ് ആണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ, അതിൽ മെയിനായിട്ട് ലിപ്പിഡ്സ് ആണ് അതിന് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ മേജർ പാർട്ടും പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ലിപ്പിഡ്സ് ആണ്. ഓക്കെ, ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. പക്ഷേ അതിൻ്റെ ക്ലിനിക്കൽ ആപ്ലിക്കേഷൻസിൽ നമ്മൾ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ നല്ല എഫക്ട്സ് അല്ലെങ്കിൽ നല്ല സൈഡും ഒരു ബാഡ് സൈഡും, ഗുഡ് സൈഡും ബാഡ് സൈഡും നമ്മളെപ്പോഴും കമ്പയർ ചെയ്യും. സോ നമുക്കറിയാം എക്സസീവ് ഫാറ്റ് ഡെപ്പോസിറ്റ്സ് ഇറ്റ് വിൽ കോസസ് ഒബീസിറ്റി ഓർ ഇറ്റ് വിൽ ലീഡ്സ് ടു ഒബീസിറ്റി. ഓക്കെ, സോ ഒബീസിറ്റിയാണ് ഇപ്പോൾ നവഡേയ്സ് വളരെയധികം സിഗ്നിഫിക്കൻസ് ഉള്ളൊരു ടൈമാണ് ഒബീസിറ്റി. സോ ഒബീസിറ്റിയാണ് ഒരുപാട് എന്താ പറയുക ബ്രാഞ്ചസ് ഓഫ് ഡിസീസിലേക്ക് അത് ലീഡ് ചെയ്യുന്ന ഒരു മെയിൻ ഫാക്ടറാണ് ഒബീസിറ്റി. ഓക്കെ, സോ മെയിനായിട്ടും ട്രങ്കൽ ഒബീസിറ്റി ദാറ്റ് ഈസ് എ റിസ്ക് ഫാക്ടർ ഫോർ ഹാർട്ട് അറ്റാക്ക്. ഓക്കെ, സോ അതുപോലെ തന്നെ ഒബീസ് ആകുന്ന ആൾക്കാർ മോർ പ്രോൺ ടു ഡയബറ്റീസ് മെലിറ്റസ്. ആൻഡ് ഡയബറ്റീസ് മെലിറ്റസ് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഓക്കെ, എന്താ പറയുക, ഡയബറ്റിക് റെറ്റിനോപ്പതി, ഡയബറ്റിക് ന്യൂറോപ്പതി, ന്യൂറോൺസിന് എഫക്റ്റ് ഡയബറ്റിക് ന്യൂറോപ്പതി, റെറ്റിനോപ്പതി മീൻസ് നമ്മുടെ ഐസിന് എഫക്റ്റ് ചെയ്യും. ഓക്കെ, സോ നമ്മുടെ കിഡ്നീസിനെ എഫക്റ്റ് ചെയ്യും. അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉള്ള ഒരു കണ്ടീഷനാണ് ഡയബറ്റീസ്. ദാറ്റ് വിൽ ഫൈനലി ലീഡ്സ് ടു ഹാർട്ട് അറ്റാക്ക്, അല്ലെങ്കിൽ ഫൈനലി അക്യൂട്ട് കൊറോണറി സിൻഡ്രോം, മയോകാർഡിയൽ ഇൻഫാക്ഷൻ, ഇതിനൊക്കെ ലീഡ് ചെയ്യുന്ന ഒരു റിസ്ക് ഫാക്ടറാണ് ഡയബറ്റിസ് മെലിറ്റസ്. സോ അൾട്ടിമേറ്റ്ലി അതിൻ്റെയൊക്കെ കോസ് എന്താണ്, ഒബീസിറ്റി അല്ലെങ്കിൽ എക്സസീവ് ഫാറ്റ് ഡെപ്പോസിറ്റ്സ് ആണ്. ഓക്കെ, and second is the abnormality in the cholesterol and lipoprotein metabolism that may leads to atherosclerosis and cardiovascular diseases. ഇത് തന്നെ സെയിം തന്നെ നമ്മുടെ എക്സസ് കൊളസ്ട്രോൾ ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ലൈപ്പോപ്രോട്ടീൻ മെറ്റബോളിസം ഇതൊക്കെ. സോ എക്സസ് കൊളസ്ട്രോൾ നമ്മൾ എന്താ പറയുക, നമ്മുടെ ലിവറിലൊക്കെ എക്സസ് ആയിട്ടും അതിന് പ്രോപ്പറായി മൊബിലൈസേഷൻ നടന്നിട്ടില്ലെങ്കിൽ ദാറ്റ് വിൽ ലീഡ്സ് ടു ഫാറ്റി ലിവർ. ഓക്കെ, സോ ഫാറ്റി ലിവർ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, ഫസ്റ്റ് ഇത് ഡെപ്പോസിറ്റ് ചെയ്യും, ബ്ലഡ് വെസൽസിൽ ഡെപ്പോസിറ്റ് ചെയ്യും, അതുപോലെ തന്നെ അവിടെ പ്ലേക്ക് ഫോം ചെയ്യും, അതിറോസ്ക്ലിറോട്ടിക് പ്ലേക്സ് ഫോം ചെയ്യും. അങ്ങനെ ദാറ്റ് വിൽ അത് അവസാനം ബേസ്റ്റ് ചെയ്യും. അങ്ങനെ ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും ഫാറ്റി ലിവറുമായി അസോസിയേറ്റ് ചെയ്ത്, അതിറോസ്ക്ലിറോസിസ് അങ്ങനെയൊക്കെ. ഫൈനലി എന്താ പറയുക, ഇതെല്ലാം നമ്മുടെ എന്താ പറയുക ലിപ്പിഡ്സിൻ്റെ ഒരു ഫാറ്റ്സിൻ്റെ ഒരു എന്താ പറയുക ഒരു ബാഡ് എഫക്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നമുക്കിതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ നോർമൽ കൊളസ്ട്രോൾ ലെവൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഡയബറ്റിക് ആവേണ്ടത് നമുക്ക് നമ്മുടെ ഗ്ലൂക്കോസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അൾട്ടിമേറ്റ്ലി ഇങ്ങനെ ഒരു ഡിഫക്ട്സ് വരുമ്പോൾ ദാറ്റ് മേ ലീഡ്സ് ടു കാർഡിയോവാസ്കുലർ ഡിസീസസ് ആണ്. ഓക്കെ, ആൻഡ് ഓൾസോ സെയിം ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് ഡയബറ്റിസ് മെലിറ്റസിൽ ഫാറ്റി ആസിഡ് മെറ്റബോളിസവും ലൈപ്പോപ്രോട്ടീൻ മെറ്റബോളിസം ഒക്കെ ഡീറേഞ്ച് ആവും. ഓക്കെ, സോ നോർമൽ റേഞ്ചിൽ നിന്ന് മാറും. സോ നമ്മൾ ഔട്ട് ഓഫ് കൺട്രോൾ ആവും. ദാറ്റ് ലീഡ്സ് ടു കീറ്റോസിസ്. ബിക്കോസ് ഫാറ്റി ആസിഡ് മെറ്റബോളിസം പ്രോപ്പറായി നടക്കുന്നില്ല, അവസാനം എന്ത് ചെയ്യും, ആൾട്ടർനേറ്റ് പാത്വേസ് ഒക്കെ ഓപ്പൺ ആവും. ദാറ്റ് മേ ലീഡ്സ് ടു കീറ്റോസിസ്, കീറ്റോൺ ബോഡി ഫോർമേഷൻ. ഓക്കെ, അവസാനം കീറ്റോൺ ബോഡി അക്യുമുലേറ്റ് ചെയ്തിട്ട് കീറ്റോസിസ് ആവും. ഓക്കെ, കീറ്റോനൂറി ആവും. അങ്ങനെ കുറേ പ്രോബ്ലംസ് ഉണ്ടാവും, ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. ഓക്കെ, സോ ഇതൊക്കെ വി ഹാവ് ടു മെയിൻറ്റെയിൻ ദ നോർമൽ ലിപ്പിഡ് ലെവൽ. ഓക്കെ, ലിപ്പിഡ് ലെവൽ, ഗ്ലൂക്കോസ് ലെവൽ എല്ലാം നമ്മൾ ഇങ്ങനെയുള്ള ഒരു ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് ഉള്ള ബയോകെമിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് നമ്മളെപ്പോഴും നോർമലി റേഞ്ചിൽ തന്നെ വെക്കണം. ഓക്കെ, സോ അതർവൈസ് നമുക്ക് ദാറ്റ് മേ ലീഡ്സ് ടു ഫർദർ കോംപ്ലിക്കേഷൻസ്. സോ ഇത്രയാണ് ക്ലിനിക്കൽ ആപ്ലിക്കേഷൻസിലുള്ളത്. സോ താങ്ക് യു. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഓക്കെ, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.